നമസ്കാരം. ഇന്ത്യൻ ടീമിനായി ടെസ്റ്റിൽ മാത്രമല്ല T20യിലും മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ തനിക്ക് സാധിക്കുമെന്ന് UP T20 ലീഗിൽ കാണിച്ചു തന്നിരിക്കുകയാണ് യുവ വിക്കറ്റ് കീപ്പറായ ധ്രുവ് ജുറേൽ. ടൂർണമെന്റിൽ ക്യാപ്റ്റനും ഓപ്പണറുമായി കളിക്കുന്ന അദ്ദേഹം തകർപ്പൻ ഇന്നിംഗ്സുമായി ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുകയായിരുന്നു. UP T20 ലീഗിന്റെ രണ്ടാം എഡിഷനിൽ ഗോരഖ്പൂർ ലയൺസ് ടീമിനെയാണ് ജുറേൽ നയിക്കുന്നത്. ആദ്യ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയുമായി തുടങ്ങിയ അദ്ദേഹം രണ്ടാമത്തെ മത്സരത്തിലും അർദ്ധ സെഞ്ചുറിയോടെ മിന്നിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നോയിഡ കിങ്സുമായുള്ള രണ്ടാമത്തെ മത്സരത്തിൽ ഓപ്പണറായി എത്തി 70 റൺസാണ് ജുറേൽ അടിച്ചെടുത്തത്. വെറും 46 പന്തുകളിലായിരുന്നു ഇത്. 5 സിക്സുകളും 3 ഫോറും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ജുറേലിനെ കൂടാതെ മൂന്നാം നമ്പറിൽ ഇറങ്ങിയ ആര്യൻ ജുയാലും ബാറ്റിംഗിൽ കസറുകയായിരുന്നു. അപരാജിത സെഞ്ചുറിയാണ് താരം കുറിച്ചത്. 54 പന്തുകൾ നേരിട്ട ജുയാൽ 104 റൺസുമായി പുറത്താകാതെ നിൽക്കുകയായിരുന്നു. 10 ഫോറുകളും 5 സിക്സറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ജുയാലിന്റെയും ജുറേലിന്റെയും ഇന്നിംഗ്സുകളുടെ മികവിൽ നിശ്ചിത 20 ഓവറിൽ 2 വിക്കറ്റിന് 218 റൺസ് എന്ന കൂറ്റൻ ടോട്ടൽ ഉയർത്താൻ ഗോരഖ്പൂർ ടീമിന് സാധിക്കുകയായിരുന്നു. മറുപടിയിൽ 3 ഓവർ ശേഷിക്കെ നോയിഡ കിങ്സിനെ ജുറേലും സംഘവും 127 റൺസിൽ എറിഞ്ഞിടുകയായിരുന്നു. 91 റൺസിന്റെ ഏകപക്ഷീയമായ വിജയമാണ് ഗോരഖ്പൂർ സ്വന്തമാക്കിയത്. UP T20 ലീഗിൽ ജുറേലിന്റെ മിന്നുന്ന പ്രകടനം ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ എന്നിവർക്ക് വലിയ ഭീഷണിയായിരിക്കുകയാണ്. T20യിൽ ഇന്ത്യക്കൊപ്പം സ്ഥിരതയാർന്ന പ്രകടനം നടത്താൻ ഋഷഭിനും സഞ്ജുവിനും സാധിക്കുന്നില്ല. കഴിഞ്ഞ T20 ലോകകപ്പിലൂടെ ഋഷഭ് ഈ ഒരു ഫോർമാറ്റിൽ പതറുകയാണ്. അതിനുശേഷം ശ്രീലങ്കയുമായുള്ള T20 പരമ്പരയിലും അദ്ദേഹം ബാറ്റിംഗിൽ കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയതുമില്ല. T20യിൽ നിലവിൽ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി പരിഗണിക്കപ്പെടുന്ന സഞ്ജുവിന്റെ പ്രകടനവും അത്ര ആശാവഹമല്ല. വല്ലപ്പോഴും മികച്ചൊരു ഇന്നിംഗ്സ് കളിക്കുക എന്നല്ലാതെ ബാറ്റിംഗിൽ സ്ഥിരത പുലർത്താൻ അദ്ദേഹത്തിനും സാധിക്കുന്നില്ല. ശ്രീലങ്കയുമായുള്ള അവസാനത്തെ T20 പരമ്പരയിൽ 2 മത്സരങ്ങളിൽ സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ ഇന്ത്യ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ രണ്ടിലും അദ്ദേഹം റണ്ണൊന്നും എടുക്കാതെ നിരാശപ്പെടുത്തുകയായിരുന്നു. ബംഗ്ലാദേശിനെതിരെ 3 T20കളുടെ പരമ്പര ഒക്ടോബറിൽ നടക്കാനിരിക്കെയാണ് UP T20 ലീഗിൽ മിന്നുന്ന പ്രകടനവുമായി ജുറേൽ ഇന്ത്യൻ സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത്. ഋഷഭും സഞ്ജുവും ബാറ്റിംഗിൽ ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശിനെതിരെ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താൻ സെലക്ടർമാർ തയ്യാറായേക്കും. T20 പരമ്പരയ്ക്ക് മുൻപുള്ള ടെസ്റ്റ് ടീമിലും ജുറേലിനെ കാണാൻ സാധിക്കും. ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ടാകും താരം ടീമിൽ ഇടം നേടുക. ഇംഗ്ലണ്ടുമായുള്ള ഇന്ത്യയുടെ അവസാനത്തെ ടെസ്റ്റ് പരമ്പരയിലൂടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ താരമാണ് ജുറേൽ. ഈ പരമ്പരയിൽ KS ഭരത് ആയിരുന്നു ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ. റിസർവ് നിരയിലായിരുന്നു ജുറേൽ. പക്ഷേ ബാറ്റിംഗിൽ ഭരത് തുടരെ ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുന്നതോടെ പകരക്കാരനായി ജുറേലിനെ ഇന്ത്യ പരീക്ഷിക്കുകയായിരുന്നു. ഈ നീക്കം ക്ലിക്കാവുകയും ചെയ്യുകയായിരുന്നു. കളിച്ച രണ്ടാം ടെസ്റ്റിൽ തന്നെ കന്നി 50യും പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരവും ജുറേൽ സ്വന്തമാക്കുകയായിരുന്നു.